അതാണ് ഗോമുഖ്. ഗോമുഖ് ഗോമുഖ് പശുവിൻ്റെ മുഖം പോലെയുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്ന ഒരു സ്ഥലത്താണ് ഗംഗ വരുന്നത്. ഗംഗ അവിടെ ചെറിയൊരു കൈത്തോടാണ്. താഴെ 18 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും എൻ്റെ രാക്ഷസീയ ഭാവം, അല്ലെങ്കിൽ മനുഷ്യനെ മോഹിപ്പിക്കുന്ന ഒരു ഭാവം, ഭയപ്പെടുത്തുന്ന ഒരു ഭാവം ഏത് രീതിയിലും കാണാൻ സാധിക്കും. പിന്നെ അധികം റിസ്ക് എടുക്കുന്ന യാത്രക്കാർ പോകും. തപോവനം എന്ന് പറയും. അവിടെ പോയാൽ ആകാശവും ഭൂമിയും ഇങ്ങനെ തൊട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ അതിർവരമ്പുകൾ ഏതെന്നറിയാത്ത മഞ്ഞിങ്ങനെ കിടക്കുന്നൊരു മനോഹരമായിട്ടുള്ള ദൃശ്യം. അപ്പോൾ ഒരു യാത്രക്കാരൻ പറഞ്ഞു തന്നത് ഭഗവാന്റെ സ്വർഗാരോഹണ വാർത്ത അറിഞ്ഞ് പ്രകൃതി പോലും കരഞ്ഞതാണ്, ആ കണ്ണീർ ഇതുവരെ മാറിയിട്ടില്ല എന്നാണ്. ആ നിറമാണ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇരുണ്ട കാടുകളാണ്. ചേട്ടാ, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഹിമാലയ യാത്രയായിരുന്നു. അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അതറിയാനാണ്, അതൊരു തുടർന്ന് പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതറിയാനുള്ളൊരു ത്വരയും മനസ്സിൽ കിടക്കുന്നുണ്ട്. ബാക്കി എങ്ങനെയായിരുന്നു യാത്ര? ഹിമാലയ യാത്രയിൽ ഞാൻ പറഞ്ഞ ബദ്രീനാഥിന് ശേഷം നമുക്ക് പോകാൻ സാധിക്കുന്നത് ഗംഗോത്രിയിലേക്കാണ്. ഗംഗോത്രി ശരിക്കും അവിടെയാണ് ഗംഗ ഭൂമിയിൽ പതിക്കുന്നത്. ഭഗവാൻ ഭഗീരഥന്റെ പ്രയത്നത്താൽ, അതെ, ആകാശഗംഗ വന്നല്ലോ. ആ ഭഗവാന്റെ ജടയിൽ നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്നത് ഈ ഗംഗോത്രിയിലാണ്. ഏറ്റവും മനോഹരമായ ദൃശ്യം, ഗംഗയുടെ ഏറ്റവും എൻ്റെ അനുഭവത്തിൽ കാണുന്ന ദൃശ്യം അവിടെയാണ്. വീതി കുറഞ്ഞ ഈ പാറകളുണ്ട്. പാറ എന്ന് പറഞ്ഞാൽ നമ്മൾ വെണ്ണ ഇങ്ങനെ ഒരു പാത്രത്തിൽ കോരി ഒഴിച്ചാൽ അതിൻ്റെ ഫിനിഷിങ് അറിയാലോ, അങ്ങനെയുള്ള മെഴുകിയ പാറകൾ തേഞ്ഞ് അപാര സൗന്ദര്യമാണ്. അവിടെ ഇളം പച്ച നിറത്തിലുള്ള, വിരൽ വെച്ചാൽ മുറിഞ്ഞു പോകുന്നത്ര വേഗതയിലാണ് ഗംഗ വരുന്നത്. അവിടെ കുളിക്കാനൊന്നും പറ്റില്ല. ഭയങ്കര വേഗതയിലാണ്, ഭയങ്കര സ്പീഡാണ്. പക്ഷേ അവിടുന്ന് ഒരു 16-18 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ ഗംഗോത്രിയിലെത്താൻ പറ്റും. ഗംഗോത്രിയിലേക്ക് പോകുന്ന വഴി ചില സ്ഥലത്ത് പരിചയമുള്ള ആളിനും കൂടെ കൂട്ടി ഗംഗോത്രിയിൽ പോകാൻ പാടുള്ളൂ. കാരണം ഓക്സിജൻ ഇല്ലാത്ത സ്ഥലങ്ങൾ, എയർ കട്ടർ എന്ന് പറയും. അപ്പം പരിചയക്കാരായിട്ടുള്ള അവിടുത്തെ ഗൈഡ്സ് ആരെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ സ്ഥിരം പോകുന്ന സന്യാസിമാരാരെങ്കിലും കാണാം. അവരോടൊപ്പം മാത്രമേ നമുക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഗംഗോത്രിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഗംഗ ഉത്ഭവിക്കുന്ന സ്ഥലം ഈ പശുവിൻ്റെ മുഖം പോലെയാണ് കാണുക. അതാണ് ഗോമുഖ്. പശുവിൻ്റെ മുഖം പോലെയുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്ന ഒരു സ്ഥലത്താണ് ഗംഗ വരുന്നത്. ഗംഗ അവിടെ ചെറിയൊരു കൈത്തോടാണ്. ചെറിയ കൈത്തോടാണ്, കലങ്ങി മറിഞ്ഞു വരുന്ന, നമുക്ക് 2 കയ്യിൽ കോരിയെടുക്കാൻ പറ്റും. ആ ഗംഗയാണ് 18 കിലോമീറ്റർ സഞ്ചരിച്ച് താഴെ എത്തുമ്പോഴത്തേക്ക് ഗംഗോത്രി എത്തുമ്പോൾ ഇത്രയും മനോഹരമായ ഒരു ഫുൾ സ്വിങ്ങിൽ കാണാൻ കഴിയും. ഇപ്പം ഗംഗോത്രി ആ മഞ്ഞുമലകളിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ചെറിയ നദി താഴെ 18 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും എൻ്റെ രാക്ഷസീയ ഭാവം, അല്ലെങ്കിൽ മനുഷ്യനെ മോഹിപ്പിക്കുന്ന ഒരു ഭാവം, ഭയപ്പെടുത്തുന്ന ഒരു ഭാവം ഏത് രീതിയിലും കാണാൻ സാധിക്കും. ഈ ഗംഗോത്രി കഴിഞ്ഞാൽ പിന്നെ ഒരു 6 കിലോമീറ്റർ കൂടി സാധാരണ യാത്രക്കാരെ പോവാറില്ല. പിന്നെ അധികം റിസ്ക് എടുക്കുന്ന യാത്രക്കാർ പോകും. തപോവനം എന്ന് പറയും. അവിടെ പോയാൽ ആകാശവും ഭൂമിയും ഇങ്ങനെ തൊട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ അതിർവരമ്പുകൾ ഏതെന്നറിയാത്ത മഞ്ഞിങ്ങനെ കിടക്കുന്നൊരു മനോഹരമായിട്ടുള്ള ദൃശ്യം. പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദവും അനുഭൂതിയും മാത്രമല്ല, അപാരമായ ഭയവും ജനിപ്പിക്കുന്ന, ഏത് നിമിഷവും മഞ്ഞുമഴ എങ്ങനെ പെയ്യാം, നമ്മളെയൊക്കെ മഞ്ഞുകൊണ്ട് മൂടിപ്പോകാം. അങ്ങനെയുള്ള ഓരോ യാത്രികൻ്റെ മനസ്സിലും ഭക്തിയോടൊപ്പം തന്നെ ഭയവും ജനിപ്പിക്കുന്ന ഒരു വലിയ, എന്താ പറയുക, അഘോരമായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ സ്ഥാനമാണ് തപോവനം. അത് അപൂർവം. നമ്മുടെ വിനയേന്ദ്രൻ കവി, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വിനയേന്ദ്രൻ സാറ് അവിടെ പോയ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ ഹിമക്കരടികളൊക്കെ ഉണ്ട്. പിന്നെ ഏത് സമയം മഞ്ഞുമഴ പെയ്യാം. അതുകൊണ്ട് സാധാരണ യാത്രക്കാരവിടെ പോവാറില്ല. അവിടെ ഈ യതി അത് സങ്കല്പം ഉണ്ട്. അത് ഉള്ളതാണോ? അത് അതിനെക്കുറിച്ച് എനിക്ക് അനുഭവമൊന്നും ഉണ്ടായില്ല. പക്ഷെ അതിനെക്കുറിച്ച് സന്യാസിമാർ ധാരാളം പറയുന്നുണ്ട്. അങ്ങനെ രൂപത്തെക്കുറിച്ചും സങ്കല്പത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എനിക്ക് അത്തരത്തിൽ അനുഭവം. ഞാനൊരു സന്യാസിയല്ല, ഞാനൊരു സാധാരണ ഒരു യാത്രികൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ തപോനിഷ്ഠയോ ഒന്നും ഇല്ല. അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെ കണ്ട എൻ്റെ അനുഭവത്തിൽ ഞാൻ അവിടുന്ന് ഗംഗോത്രിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ഇങ്ങോട്ട് പോകുന്നു.
നമ്മുടെ കേദാർനാഥിലേക്ക് പോകുമ്പോൾ എനിക്കന്ന് ഈ വയറിളക്കം വന്നിട്ട് വളരെ ക്ഷീണിതനായിരുന്നു. പക്ഷേ എൻ്റെ തമ്പാനൂർ ഭാഗത്ത് താമസിക്കുന്ന ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ അമ്മ കട്ടൻ ചായയും അതിനകത്ത് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് തന്ന് എന്നെ ഒന്ന് ഉഷാറാക്കി അങ്ങനെ പോവാണ്. അത് പോകാൻ അങ്ങനെ അസുഖം വരാനുള്ള കാരണം തലേ ദിവസം തപ്തകൊണ്ടോ എന്ന് പറഞ്ഞല്ലോ, അവിടെ തന്നെ കണ്ടമാനം കുളിച്ചു, 2 മണിക്കൂർ കുളിച്ചു. അപ്പോഴേ ഗൈഡ് പറഞ്ഞു അങ്ങനെ കൂടുതൽ ഈ തണുപ്പിൽ നിന്നും ചൂടിലേക്ക് മാറുന്ന ക്രമാനുഗതമായിട്ട് മാറും, പെട്ടെന്ന് കുളിച്ച് കയറണം. ഞാൻ ഈ സുഖം കൊണ്ട് ഭീകരമായ തണുപ്പിൽ നിന്നും രക്ഷ കിട്ടിയ സന്തോഷം കൊണ്ട് ഒരുപാട് കുളിച്ച് കയറിയ ഉടനെ അതിന് ബോധം കെട്ട് വീണു. ശരീരത്തിന് ഊഷ്മാവിൻ്റെ നിലയങ്ങ് തെറ്റിപ്പോയി. അങ്ങനെ ബോധം കെട്ട് വീണു. പിന്നെ ലോ പ്രഷറായി. തൊട്ടടുത്ത ഒരു ചെറിയ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടു. ഈ അമ്മയാണ് രാത്രി കൂട്ടിരുന്നത്. അപ്പം പിറ്റേന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ഈ കേദാർനാഥിൽ പോകുന്നത്. കാരണം ശങ്കരാചാര്യസ്വാമികൾ സമാധിയായത് അവിടെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ആഗ്രഹമാണ്. അപ്പം കുതിരപ്പുറത്ത് പോയി, എല്ലാവരും കുതിരപ്പുറത്ത് കയറിപ്പോയി, കുറേ പേര് ഡോളിയിൽ പോയി. അപ്പം കുതിര ഇങ്ങനെ ചാടും. എനിക്ക് വയറിൻ്റെ പ്രശ്നമുള്ളൊരു പേടി. അവിടെ ഞാൻ കുറച്ച് നടക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് നടന്നപ്പോഴത്തേക്ക് ഈ ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ഒരു യാത്രക്കാരൻ പറയും ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് വാ തുറന്ന് ശ്വാസം വിട്ടാൽ ശ്വാസം കിട്ടുമെന്നൊക്കെ പറയും. പക്ഷെ എന്നാലും എനിക്ക് യാത്ര തുടരാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഒരു പൂജാ സാധനങ്ങളുമായി പോയി തിരിച്ചു വരുന്ന കുതിരക്കാരനെ കണ്ടു. അവരൊക്കെ ഈ ഡോങ്കരി ഭാഷയാണ്, കാശ്മീരിയും അല്ല ഹിന്ദിയും അല്ലാത്ത കാശ്മീരിലെ ലോക്കൽ ലാംഗ്വേജാണ് ഡോങ്കരി എന്ന് പറയും. ആ ഡോങ്കരി ഭാഷ സംസാരിക്കുന്ന ആളാണ് കുതിരക്കാരൻ. അവനോട് കാര്യം പറയുന്നത് സുഖമല്ല, പതിയെ പോകണം, നിനക്ക് ആവശ്യമുള്ള പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് ആ കുതിരപ്പുറത്ത് കയറി പതിയെ പോയി കുറച്ച് ദൂരം കുതിരപ്പുറത്ത് പോകും, കുറച്ച് നടക്കും, കുറച്ച് കുതിരപ്പുറത്ത് പോകും. അങ്ങനെ ഭഗവാന്റെ അടുത്തെത്തി. നേരെ അവിടെ ഒരു കരിങ്കൽക്കെട്ട് ഉണ്ടായിരുന്നു, ഇന്നത് കാണാനില്ല. വെള്ളപ്പൊക്കത്തിൽ ഞാൻ പോയി കവിഴ്ന്ന് കിടന്നു. ഒരു 10-15 മിനിറ്റ് അതേ കിടപ്പ്. ആ ശരീരത്തിൻ്റെ ക്ഷീണമെല്ലാം കൊണ്ട് അങ്ങനെ കിടന്ന് ഭഗവാനെ വിളിച്ചിട്ട് അവിടെ കിടന്നുപോയി. അപ്പം ഭഗവാനെ തൊഴുത് സമാധി പീഠത്തിലും തൊഴുത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നരേന്ദ്രമോദി താമസിച്ചിരുന്ന ഗുഹയൊക്കെ ഉണ്ട്. അന്ന് നരേന്ദ്രമോദി ഉണ്ടായിരുന്നില്ല, ഞാൻ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല, അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നില്ല. പക്ഷേ അതൊന്നും ഞങ്ങൾ പോയില്ല. മേളിലോട്ട് തടാകമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പോയില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് സന്ധിക്കും. അവിടെ തങ്ങാൻ സൗകര്യമൊന്നുമില്ല, കേദാർനാഥിൻ്റെ ക്ഷേത്രത്തിന് ചുറ്റും തങ്ങാൻ സൗകര്യമൊന്നുമില്ല. അപ്പം താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങിയാലേ നമുക്ക് താമസിക്കാൻ സൗകര്യമുള്ളൂ. 13 കിലോമീറ്ററാണ് നടന്നോ കുതിരപ്പുറത്തോ പോകേണ്ടത്. ഞാനങ്ങനെ തിരിച്ചു വരാൻ വയ്യാതെ ഇറങ്ങുമ്പോഴേ നമ്മുടെ പ്രകാശ് എന്ന് പറഞ്ഞ യോഗിയെ കുറിച്ച് പറഞ്ഞല്ലോ. പ്രകാശ് ഒരു ഭ്രാന്തൻ്റെ അടുത്ത് ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിങ്ങനെ തുടയ്ക്കുന്നു, അദ്ദേഹത്തിൻ്റെ കാലുകൾ തടവി കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു ഒരു വൃത്തികേട് പറഞ്ഞു വെച്ചാൽ മലയാളി ഒരു ഗമയില്ലേ നമ്മളൊക്കെ, ഭ്രാന്തൻ്റെ കാലൊക്കെ തുടച്ചു കൊടുക്കുന്നു, കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുന്നു, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പോയി പ്രകാശ് നീ വരുന്നോ, ഇച്ചിരി ജാടയിൽ വരുന്നോ? പ്രകാശനൊക്കെ രാജ്യം നടന്നു ഞാൻ വരാം. പ്രകാശം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് വരുന്നത്, കുതിരപ്പുറത്ത് കയറത്തില്ല. നഗ്നപാതനാണ് അയാൾ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഒന്ന് ഇരുന്നിട്ട് കുറേ നേരം അങ്ങനെ മുഖത്തൊക്കെ നോക്കിക്കൊണ്ടപ്പം ഭിക്ഷക്കാരനാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, 10 രൂപ നോട്ടെടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു. എൻ്റെ പോക്കറ്റിൽ നിന്ന്, എൻ്റെ പേഴ്സിൽ നിന്ന്. ഇദ്ദേഹം കൈ കൊണ്ട് ഒറ്റ ഗമയോടുകൂടിയാണ് കൊടുത്തത്. 10 രൂപ കൊടുക്കുകയല്ലേ. അദ്ദേഹം ഒരു തട്ടിയിട്ട് ആ തിരിഞ്ഞ പഴന്തുണിക്കെട്ടൊക്കെ വലിച്ച് നൂത്തെടുത്ത് അതിൽ നിന്ന് 1 പിടി നോട്ട് വാരി ഇങ്ങനെ എനിക്ക് തിരിച്ചു തരികയാണ്. സത്യം പറഞ്ഞാൽ വിറകെടുത്ത് തലക്കടിക്കുന്ന എൻ്റെ അഹങ്കാരമില്ലേ, എൻ്റെ അഹങ്കാരത്തിൻ്റെ ആ ഒരു ഗരിമയില്ലേ, അതിന് തലയ്ക്കകത്ത് ഇങ്ങനെ അടിത്തന്ന മാതിരി തോന്നി. എൻ്റെ എല്ലാ അഹങ്കാരവും പോയി. എനിക്ക് പിന്നെ എന്ത് പറയണം, ക്ഷമ പറയണോ, കാലത്തൊട്ട് വേണം, ഒന്നും പറയാൻ പറ്റാത്ത ഒരു നിസ്സംഗാവസ്ഥയിലായി. നിസ്സഹായനായിട്ട് ആ നിസ്സംഗത ആ ഭാവത്തിൽ ഞാൻ പതിയെ അവിടെ നിന്ന് എണീറ്റ് നടന്ന് തിരിച്ച് ഈ മനുഷ്യനെ പിന്നെ അവിടെ നിന്ന് 7-ാം ദിവസം 8-ാം ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ മധുരയിലെ ശ്രീകൃഷ്ണൻ്റെ യമുനാ നദിയിലേക്ക് പോകുമ്പോൾ ആ വൃന്ദാവനത്തിലെ യമുനയിലേക്ക് പോകുമ്പം വൃന്ദാവനത്തിൻ്റെ കരയിൽ ഇദ്ദേഹം ഇരിപ്പുണ്ട്. അന്ന് പിന്നെ ഞാൻ പോയി സമസ്താപരാധങ്ങളും പറഞ്ഞ കാലത്തോട് ഇദ്ദേഹം എങ്ങനെയാണ് വന്നത്? വണ്ടിയില്ല. ഞങ്ങൾ 6 ദിവസം ബസ്സിൽ യാത്ര ചെയ്തിട്ട് അവിടെ എത്തുന്നത്. ഇദ്ദേഹം എങ്ങനെ കേദാറിൽ നിന്ന് അവിടെ എത്തി? ആ മനുഷ്യൻ പിന്നെ ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. ഞാൻ കണ്ടില്ല, അതിന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പ്രകാശ് പേരൂർ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് പ്രകാശിൻ്റെ വീട് വട്ടപ്പാറയാണ്. അപ്പോൾ ഈ മനുഷ്യൻ നടന്നു പോകുന്നു. പ്രകാശ് പെട്ടെന്ന് പോയി കയ്യിൽ പിടിച്ചിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി കയറ്റിയപ്പോൾ ആളുകളെ കളിയാക്കി, ശാമി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പക്ഷേ ഇദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടുപോയി പുതിയ ഡ്രസ്സെല്ലാം കൊടുത്ത് 2 ദിവസം അവിടെ താമസിപ്പിച്ച് അദ്ദേഹം നിർബന്ധം പിടിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. പ്രകാശ് എന്നെ വിളിച്ചു, ഇങ്ങനെ സ്വാമി വന്നിട്ടുണ്ട്, കാണണമെങ്കിൽ വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെ വരണം? അത് പഴവങ്ങാടിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നേരെ ഈസ്റ്റ് വീട്ടിൽ വന്നു. പക്ഷെ അതിനു മുമ്പേ പ്രകാശ് പഴവങ്ങാടിയിലെത്തി ആ ക്ഷേത്രം ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ച് പ്രകാശ് ഇദ്ദേഹത്തിനെ കൊണ്ട് അങ്ങോട്ട് നടന്നു.
അത്ര തന്നെ. എങ്ങോട്ട് പോയി എന്ന് കണ്ടില്ല. ഇനി തിരുവനന്തപുരത്ത് ഞാൻ വന്നപ്പോൾ പ്രകാശ് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് സ്വാമി അന്വേഷിച്ച്. ഒരിടത്തും കാണാൻ പറ്റിയില്ല. അങ്ങനെയുള്ള മഹാ അനുഭവങ്ങൾ എൻ്റെ ഗർവിനെ എന്നുവെച്ചാൽ ഒരിക്കൽ ഞാനത് പല സ്ഥലത്തും സംസാരിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും അത് എഴുതാൻ പറ്റിയ സ്ഥലത്തും ഞാൻ എഴുതിയിട്ടുണ്ട്. അത്ര ഒരു നേരിട്ട അനുഭവമാണ് എനിക്ക് കേദാർനാഥിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ആ കേദാർനാഥിൻ്റെ സ്വഭാവമൊക്കെ ഇപ്പം മാറി. ഇപ്പോൾ പോയാലും ക്ഷേത്രത്തിന് നേരെ പുറകിൽ വലിയ ഭീമാകാരം ഒരു പാറ വന്ന് നിൽപ്പുണ്ട്. അതെ, ആ വെള്ളപ്പൊക്കത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായി ഒലിച്ചു വന്നൊരു പാറയാണ്. ആ പാറ നേരെ ഈ പുറകിൽ വന്ന് നിന്നതുകൊണ്ടാണ് ഈ മലവെള്ളം മുഴുവൻ ഈ പാറയിലിടിച്ച് ചിതറിപ്പോയത്. ക്ഷേത്രത്തിന് കുഴപ്പമില്ല. ആ ക്ഷേത്രത്തിന് ചുറ്റും ഉണ്ടായിരുന്ന എല്ലാ എടുപ്പുകളും എല്ലാ കെട്ടിടങ്ങളും തകർന്നിരിപ്പണമായി. ക്ഷേത്രത്തിനൊരു പോർല് പോലും ഇട്ടില്ല. ശങ്കരാചാര്യസ്വാമികളുടെ സമാധിയും ഇതും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് കുറേ മാറ്റം വന്നു. മാത്രമല്ല ഇന്ന് കേദാർനാഥൊക്കെ ഒരുപാട് യാത്രികരെ ഹെലികോപ്റ്റർ സൗകര്യങ്ങളുണ്ട്, വരുന്നു. പിന്നെ ദേശീയ ഗവൺമെൻറ്റും ഈ ഹിന്ദു അനുകൂല ഗവൺമെൻറ് ആയതുകൊണ്ടും ക്ഷേത്രാഭിമുഖ്യമുള്ള ഭരണാധികാരികളായതുകൊണ്ടും വളരെ നല്ല പുരോഗതിയിലേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. മുൻകാലങ്ങളിൽ ഒരു 20-25 വർഷത്തിന് മുമ്പ് ഞാൻ പോയപ്പോൾ അനുഭവിച്ചിരുന്ന അത്ര തീവ്രതയോ അല്ലെങ്കിൽ ഒരു പേടിയോ ഒന്നും ഇന്ന് ബുദ്ധിമുട്ടൊന്നും ഇന്നില്ല. യാത്ര ബുദ്ധിമുട്ടില്ല. അപകടം പറ്റിയാൽ പോലും പെട്ടെന്ന് ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഉള്ളത്. പിന്നെ ഹിമാലയത്തിൻ്റെ ശിഖരങ്ങളിൽ 4 ശിഖരങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല. ഒന്ന് ഗംഗോത്രി, ഒന്ന് യമുനോത്രി, ഒന്ന് ബദ്രീനാഥ്, ഒന്ന് കേദാർനാഥ്. അപ്പം അടുത്ത് നമ്മൾ വരുന്നത് യമുനോത്രിയിലേക്കാണ്. ഗംഗോത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതെ, യമുനോത്രി എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ്റെ ആ ജീവിതം പോലെ തന്നെ നമ്മളൊരു 6 കിലോമീറ്റർ നടക്കാനുണ്ട്. ബസ് പോകുന്ന സ്ഥലത്ത് നിന്ന് 6 കിലോമീറ്റർ നടക്കണം. യമുനാ നദിയുടെ ഉത്ഭവം അവിടെയാണ്. പക്ഷെ അവിടെ കാടുകൾ ഒരുതരം നീലിമയാർന്ന കറുപ്പും നീലയും ചേർന്ന നിറമാണ്. കൃഷ്ണൻ്റെ ശ്യാമവർണ്ണമാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. പ്രകൃതിയുടെ നേരെ നമ്മൾ ബദരിയിൽ നിൽക്കുമ്പോഴത്തേക്ക് നല്ല തെളിഞ്ഞ പ്രകാശമാണ്, തിളക്കമുള്ള വെയിലാണെങ്കിൽ ഇവിടെ വെയിലുണ്ട്, പക്ഷേ അതൊരു ശ്യാമവർണ്ണമാണ്. അപ്പോൾ ഒരു യാത്രക്കാരൻ പറഞ്ഞു തന്നത് ഭഗവാന്റെ പിന്നെ സ്വർഗാരോഹണ വാർത്ത അറിഞ്ഞ് പ്രകൃതി പോലും കരഞ്ഞതാണ്. ആ കണ്ണീർ ഇതുവരെ മാറിയിട്ടില്ല എന്നാണ്. ആ നിറമാണ്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇരുണ്ട കാടുകളാണ്, കറുപ്പും നീലയും ചേർന്ന നിറമാണ് ആ പ്രകാശത്തിന് പോലും. അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു യമുനയുടെ ക്ഷേത്രമുണ്ട്. അവിടെയും ഈ തപ്ത കൊണ്ടുപോകുന്നുണ്ട്. തൊട്ടടുത്ത് 1-2 ഇഞ്ച് മാറിയിട്ട് വലിയ ഐസ് കട്ടകൾ കിടക്കുന്നുണ്ട്. കൊടും തണുപ്പ്. അതിൻ്റെ ഒരടി പോലും വ്യത്യാസമില്ല. തൊട്ട് താഴെ തപ്ത കൊണ്ടും. അവിടെ പോകുന്ന യാത്രക്കാരെ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ തോർത്തില്ലേ, തോർത്തിൽ ഉരുളക്കിഴങ്ങും പയറും അല്ലെങ്കിൽ ഉഴുന്നും കൂടി കെട്ടി ഇങ്ങനെ ഇടും, കിഴി കെട്ടിയതിനകത്ത്. അത് വേവിച്ചെടുത്തിട്ടാണ് ഉപ്പ് ചേർക്കാതെ നമ്മൾ തിന്നുന്നത്. അതാണ് ഭക്ഷണം അവിടെ. അത്ര തിളക്കം. ഭക്ഷണം വേണോ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണമല്ലോ. ആ വെള്ളം അവിടെ നിന്ന് 3-4 സ്റ്റെപ്പായിട്ട് ഒലിച്ചൊലിച്ച് താഴേക്ക് വന്ന് അവിടെയാണ് നമ്മൾ കുളിക്കുക. ഈ ഒരു വിശ്വാസം, ഈ ഒരു നേർക്കാഴ്ച, അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. മനുഷ്യൻ്റെ മനസ്സിൻ്റെ എല്ലാ ആകുലതകളും തീർക്കുന്ന, ഒരിക്കലെങ്കിലും ഹിമാലയ യാത്ര ചെയ്തൊരാളും പിന്നെ അഹങ്കാരികളാവില്ല. അവൻ്റെ അഹങ്കാരം എല്ലാം ശമിച്ചു പോകും. ഉറപ്പാണത്. അത്ര ഓരോ യാത്രയിലും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, ഓരോ യാത്രയും ഓരോ അന്വേഷണമാണ്, ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. ഓരോ യാത്രയിലും നമുക്ക് പുതിയ ഓരോ കാര്യങ്ങളെങ്കിലും അറിയാൻ സാധിക്കും. അപ്പം മനുഷ്യനെ ഏറ്റവും നിർമ്മലമായി അവൻ നേരിൻ്റെ മാർഗത്തിൽ കൂടി ശരിയായ പാതയിൽ കൂടി നടക്കാൻ സഹായിക്കുന്നതാണ് യാത്രകൾ. ഹിമാലയ യാത്രയാണെങ്കിൽ ഒരിക്കൽ കൂടെ അവൻ ആധ്യാത്മികമായി ഉണർത്തും.